എത്ര വർഷത്തിനു ശേഷമാണ് പൗലോസ് ബർന്നബാസിനോടുകൂടെ വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? 14. ബർന്നബാസിനെ കൂടാതെ പൗലോസ് ജെറുസലേമിലേക്ക് കൂടെ കൊണ്ടുപോയ മറ്റൊരു വ്യക്തി ആരാണ്? തീത്തോസ്. പൗലോസ് ജെറുസലേമിലേക്ക് പോയത് എന്തിനനുസരിച്ചായിരുന്നു? വെളിപാടനുസരിച്ച്. പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന തീത്തോസ് ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു? ഗ്രീക്കുകാരൻ. ഗ്രീക്കുകാരനായിരുന്നിട്ടും തീത്തോസ് ഏതു കർമ്മത്തിനു നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് വചനം പറയുന്നത്? പരിച്ഛേദനത്തിന്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അടിമത്തത്തിലാക്കാൻ രഹസ്യമായി കടന്നുകൂടിയത് ആരാണ്? വ്യാജ സഹോദരന്മാർ. സുവിശേഷത്തിൻ്റെ എന്തു നിലനിർത്താനാണ് വ്യാജ സഹോദരന്മാർക്ക് പൗലോസും കൂട്ടരും വശപ്പെടാതിരുന്നത്? സത്യം. പൗലോസ് അപ്പസ്തോലൻ്റെ വ്യക്തമാക്കൽ അനുസരിച്ച് ദൈവം എന്തല്ലാത്തവനാണ്? മുഖം നോക്കുന്നവനല്ല. പത്രോസിന് പരിച്ഛേദകർക്കുള്ള സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടതുപോലെ പൗലോസിന് ആർക്കുള്ള സുവിശേഷമാണ് ഏൽപ്പിക്കപ്പെട്ടത്? അപരിച്ഛേദകർക്കുള്ള. പത്രോസിലൂടെ പരിച്ഛേദകർക്കുള്ള പ്രേക്ഷിതത്വം നിറവേറ്റുന്നവൻ പൗലോസിലൂടെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? വിജാതീയർക്കു വേണ്ടി. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന 3 അപ്പസ്തോലന്മാർ ആരൊക്കെയാണ്? യാക്കോബ്, കേപ്പ, യോഹന്നാൻ. സഭയുടെ നേതൃസ്തംഭങ്ങൾ പൗലോസിനും ബർന്നബാസിനും കൂട്ടായ്മയുടെ ഏതു കരമാണ് നീട്ടി നൽകിയത്? വലത്തുകരം. ജെറുസലേമിലെ അപ്പസ്തോലന്മാർ പൗലോസിനോട് ആരെപ്പറ്റി ചിന്ത വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? പാപങ്ങളെപ്പറ്റി. കേപ്പ എവിടെ വന്നപ്പോഴാണ് അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് പൗലോസ് മുഖത്ത് നോക്കി എതിർത്തത്? അന്ത്യോക്യയിൽ. യാക്കോബിൻ്റെ അടുക്കൽ നിന്നും ചിലർ വരുന്നതുവരെ കേപ്പ ആരുടെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്? വിജാതീയരോടൊപ്പം. ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ കേപ്പ ആരെ ഭയന്നാണ് വിജാതീയരിൽ നിന്നും പിന്മാറിക്കളഞ്ഞത്? പരിച്ഛേദിതരെ. കേപ്പായുടെ പിന്മാറ്റം കണ്ട് ബാക്കി യഹൂദന്മാരും എങ്ങനെയുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചത്? കപടമായി. യഹൂദരുടെ കപട പെരുമാറ്റം കാരണം വഴിതെറ്റിക്കപ്പെട്ടു പോയ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാര്? ബർന്നബാസ്. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് ഏതിലൂടെയാണ്? വിശ്വാസത്തിലൂടെ. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് ഏതിലൂടെയാണ്? വിശ്വാസത്തിലൂടെ. നിയമാനുഷ്ഠാനം വഴി ആർക്കാണ് നീതീകരണം ലഭിക്കുകയില്ലാത്തത്? ഒരുവനും. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് പൗലോസ് നിയമത്തിലൂടെ
ഏതിനു മൃദുനായി എന്നാണോ പറയുന്നത്? നിയമത്തിന്. പൗലോസ് അപ്പോസ്തലൻ ആരുടെ കൂടെയാണ് ക്രൂശിതനായിരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മറിച്ച് ആരിലാണ് ജീവിക്കുന്നത് എന്നാണ് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നത്? ക്രിസ്തു. പൗലോസ് തൻ്റെ ഐഹിക ജീവിതം നയിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ആരിലുള്ള വിശ്വാസത്തോടെയാണ്? ദൈവപുത്രനിൽ. എന്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിനോ നീതീകരണമില്ല എന്ന് പൗലോസ് പറയുന്നത്? നിയമത്തിലൂടെ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബർന്നബാസിനും നീട്ടിത്തന്നു. ഗലാത്യ 2:9. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. ഗലാത്യ 2:16. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യ 2:20. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിനു നീതീകരണമൊന്നുമില്ല. ഗലാത്യ 2:21.